ഇട്ടിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഈ 24/6/2025 ഒരു മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ അതിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറും തഹസിൽദാരും അന്ന് പറഞ്ഞ ആ ഒരു വാഗ്ദാനങ്ങൾ ഇന്നും ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. കാരണം കാരണം തോട്ടം തൊഴിലാളികളാണ്. അവരിപ്പോഴും അട്ടമല ഭാഗത്ത് പണിക്ക് പോയിട്ട് അന്ന് ആ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലുള്ള ആ സമയത്ത് ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയി രക്ഷപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ ഇത് സർക്കാർ അന്ന് കൊടുത്ത വാഗ്ദാനം ഇന്നും പാലിക്കാത്തതുകൊണ്ടല്ലേ അവർ അത്രയും ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതികരിച്ചത്. അപ്പോൾ അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവാത്തതെന്ന് ഇപ്പോഴും ഞങ്ങൾ ചിന്തിച്ച് കൂട്ടുകയാണ്. കാരണം ഒരുപാട് കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പേരിൽ സർക്കാരിലേക്ക് പിരിഞ്ഞു കിട്ടുന്നുണ്ട്. ആ പണമൊക്കെ ഇവർ എന്ത് ചെയ്തു? എന്ത് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവർ കൊടുക്കണ്ടേ? ഇപ്പം നിലവിൽ ഈ പ്രതീക്ഷ മാത്രമേ ഒരു വീട് കിട്ടിയിട്ടുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, അതൊരു സംഘടന കൊടുത്തതാണ്. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിട്ട് ചെയ്യാനും പോകുന്നുമില്ല. ഈ ജനങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ തന്നെയാണ് പോണത്. നമസ്കാരം. ചൂരൽമലയിൽ കഴിഞ്ഞ വർഷം നടന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ 100ഓളം പേരെ രക്ഷിച്ച് സ്വന്തം ജീവൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച പ്രതീഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ, വയനാടുള്ള സഹോദരൻ്റെ വീട്ടിലാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഇന്ന് വീട് നിർമ്മിച്ച് നൽകുന്നത് നീതൂസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ സമയത്ത് പ്രതീഷിൻ്റെ കുടുംബാംഗങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? മഞ്ജുഷ. പ്രതീഷിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു സംഭവം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ തന്നെ ഈ ഒരു വിഷയത്തിൽ ബലിയർപ്പിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു സംഭവം ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? കഴിയുന്നില്ല, എപ്പോഴും കഴിയണില്ല. കാരണം ഒരു വർഷം ആയെങ്കിലും വിഷമമുണ്ട്. കാരണം അവൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. അവൻ്റെ കല്യാണം കൂടണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ചേരാൻ കഴിഞ്ഞില്ല. വളരെ ദുഃഖമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഓളിനോളെന്ന് പറയില്ലേ, എല്ലാ രീതിയിലും ദുഃഖത്തിലായാലും വിഷമത്തിലായാലും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടടക്കം എനിക്കൊരു താങ്ങായ ഒരു ആങ്ങളെയായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഇനിയൊരു ഇതുപോലെ ഒരു ജന്മത്തിൽ ആ ആങ്ങളെ കിട്ടുന്നൊരു പ്രതീക്ഷയില്ല, വിശ്വാസമില്ല. ദൈവത്തിനോട് എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് അറിയണില്ല. ഇങ്ങനെ വന്ന് ചേരാമെന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖം തോന്നുന്നു. കാരണം സന്തോഷമല്ല, അവനെവിടെയൊക്കെയോ ഉണ്ട്, അത്ര തന്നെ. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ചങ്ക് പൊടിയാണ്. എന്താ എനിക്കറിയുന്നില്ല എന്താ പറയണമെന്ന്. വിഷമമുണ്ട്. എൻ്റെ മൂത്തമ്മയുടെ താങ്ങുന്നണലായ പോയത്. പക്ഷെ ആ നീതൂസ് അക്കാദമി അവർക്ക് ഇങ്ങനെ ഒരു വീട് സംഘടിപ്പിച്ച് കൊടുത്തതിലും അവരോട് ഞങ്ങൾ വളരെ നന്ദി പറയുന്നുണ്ട്. നിങ്ങളുടെ മീഡിയക്കാരോടും നന്ദി പറയുന്നുണ്ട്. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവൻ ഒരുപാട് ജനങ്ങളെ രക്ഷിക്കുകയും അതിനോടൊപ്പം അവർക്കൊരു താങ്ങായി നിന്ന് എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അവനൊരു നല്ലൊരു സ്മരണയായിട്ട് നിൽക്കുകയാണ്. ഇതന്നെ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ, ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഈ ഒരു സംഭവത്തിൽ എങ്ങനെയായിരുന്നു? അവരുടെ മനസ്സിൽ എന്നും അവർ നല്ലൊരു ചിത്രമാണ്. കാരണം നന്മയായിട്ടുള്ളൊരു മരം പോലെയാണ് അവരിപ്പോഴും കാണുന്നത്. കാരണം അവരുടെ മനസ്സിൽ അവനോടൊപ്പം അവൻ്റെ ജീവനോ അവൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഒന്നുമല്ല. കാരണം മറ്റുള്ളവരുടെ ജീവനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളൊരു ചിന്തയോടു കൂടിയാണ് അവനത് നടത്തിയെടുത്ത് തന്നെ. പക്ഷെ അതിനോടൊപ്പം അവൻ്റെ ജീവനും പൊലിഞ്ഞു പോയി. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിലെ അംഗങ്ങളും അവനെക്കുറിച്ച് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് ഓർമ്മ വെച്ച് നിൽക്കുന്നതാണ് എൻ്റെ ഇതാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വന്നത്. എനിക്കിവിടെ അത്ര അറിയില്ല. എങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസിലൂടെ അറിഞ്ഞിട്ടുള്ള വിവരം ഞാനിപ്പോൾ പറയുന്നത് തന്നെ. ഇപ്പോൾ ചേച്ചി, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ട ഒരു പരിഗണന ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ മൂത്തമ്മേ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിഗണന കിട്ടിയെന്ന് ചോദിക്കുന്നത് എൻ്റെ അറിവിൽ സാറേ ഇല്ല. കാരണം ഇങ്ങനെ ഒരു അക്കാദമി ഇവർക്കൊരു വീട് വെച്ച് കൊടുത്തത് കൊണ്ട് ഒരു വീടായി. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞൊരു വിശ്വാസം. ഇപ്പോൾ അവിടുത്തെ ചേച്ചി ജനിച്ചു വളർന്നൊരു പ്രദേശം ആയിരുന്നു ഇത്? അല്ല, ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടാണ്. ഇത് എൻ്റെ അമ്മയുടെ നാടാണ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ വരുന്ന മഴ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് വീണ്ടും ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട്. ഇതുപോലൊരു സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊരു ആശങ്കയുണ്ട്. കഴിഞ്ഞ വട്ടത്തിലെ പോലെ തന്നെ
അതിൽ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് ഇപ്പോഴും ഭവനം അല്ലെങ്കിൽ വീട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഈ 24/6/2025 ഒരു മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ അതിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറും തഹസിൽദാരും അന്ന് പറഞ്ഞ ആ ഒരു വാഗ്ദാനങ്ങൾ ഇന്നും ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. കാരണം അവരിപ്പോഴും, കാരണം തോട്ടം തൊഴിലാളികളാണ്, അവരിപ്പോഴും അട്ടമല ഭാഗത്ത് പണിക്ക് പോയിട്ട് അന്ന് ആ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലുള്ള ആ സമയത്ത് ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയി രക്ഷപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ ഇത് സർക്കാർ അന്ന് കൊടുത്ത വാഗ്ദാനം ഇന്നും പാലിക്കാത്തതുകൊണ്ടല്ലേ അവർ അത്രയും ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതികരിച്ചത്. അപ്പോൾ അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവാത്തതെന്ന് ഇപ്പോഴും ഞങ്ങൾ ചിന്തിച്ച് കൂട്ടുകയാണ്. കാരണം ഒരുപാട് കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പേരിൽ സർക്കാരിലേക്ക് പിരിഞ്ഞു കിട്ടുന്നുണ്ട്. ആ പണമൊക്കെ ഇവർ എന്ത് ചെയ്തു? എന്ത് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവർ കൊടുക്കണ്ടേ? ഇപ്പം നിലവിൽ ഈ പ്രതീക്ഷ മാത്രമേ ഒരു വീട് കിട്ടിയിട്ടുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, അതൊരു സംഘടന കൊടുത്തതാണ്. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിട്ട് ചെയ്യാനും പോകുന്നുമില്ല. ഈ ജനങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ തന്നെയാണ് പോണത്. ഇപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇപ്പോൾ സാധാരണ ഒരു ജനങ്ങൾ എന്നുള്ള രീതിയിൽ എന്താണ് ഈ ഒരു സമയത്ത് അദ്ദേഹത്തോടൊന്ന് അപേക്ഷിക്കാനുള്ളത്? ജനങ്ങളുടെ ഈ വേദന ഒന്ന് കണ്ണു തുറന്ന് കാണുക, അപേക്ഷിക്കുകയാണ്. കാരണം അവരുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നത്. കാരണം മറ്റുള്ളവർ കൊടുത്ത ആ സംഖ്യ ഇവരെന്ത് ചെയ്യുന്നു? അപ്പോൾ ഇനിയുള്ള കാലങ്ങളും അവർ നന്നായി ജീവിക്കട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയും ഒരു സ്നേഹത്തോടും കൂടിയും ജനങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. അമ്മ, ഇപ്പോൾ ഈ പ്രതീഷിൻ്റെ ഭരണത്തിന് ശേഷം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഒരുപാട് പേര് ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ടതും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഒരു വീടില്ലാത്ത രീതിയിൽ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതാണോ? അതെ, കണ്ടതാണ്. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് എന്താ പറയുക, അവർ പിന്നെ ഒന്ന് ചെയ്തു തരാം, ഞങ്ങൾക്ക് അത് ചെയ്തു തരാം, വീട് വെച്ച് തരാം എന്നൊക്കെ പറയുന്നല്ലാതെ അതിൻ്റെ ഒരു ബാധ്യതയും കാണുന്നില്ല. അത് ചെയ്തു കൊടുക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പറയണുള്ളൂ. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, സാധാരണ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരെ പോലും സഹായിക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ലെങ്കിൽ എന്തിനാണ് ഇവരെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല, നമ്മൾ പറയില്ല. എന്നാലും നിങ്ങൾ സോഷ്യൽ മീഡിയക്കാർ അങ്ങനെ ഒരു സഹായം ചെയ്ത് ഒരു വീട് വെച്ച് കൊടുത്ത് എൻ്റെ ചേച്ചിക്ക് വളരെ ഉപകാരം. എൻ്റെ മോന് ഭയങ്കര പ്രതീക്ഷകളുണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ പറയും, ഞാൻ നല്ലൊരു വീട് കെട്ടും ചെറിയമ്മേ, ഞാൻ അതിൽ എൻ്റെ അമ്മേനെ ഇരുത്തും എന്നൊക്കെ പറഞ്ഞത്. അവനെ ഇങ്ങനെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര സങ്കടമുണ്ട്. പ്രതീക്ഷയെ സംബന്ധിച്ച് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ട് അവസാനമാണ് ഇങ്ങനെ ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നത്. ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു പരിഗണന ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു നമുക്കൊരു മനസ്സിന് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അത് ഉണ്ട്. ജനങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി. അവൻ്റെ ജീവനെ അവൻ കണക്കാകാതെ വേറെ ഒരു അച്ഛനും അമ്മേനും രക്ഷിക്കാൻ വേണ്ടി 2ാം പ്രാവശ്യം പോയതാണ് ജീപ്പും കൊണ്ട്. അതിൽ അവനിങ്ങനെ പെട്ടെന്ന് വന്നുപോയി, പൊലിഞ്ഞു പോയി. ഞങ്ങളെ TV ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സർക്കാരിനൊക്കെ ഈ സാധാരണ ജനങ്ങൾ ഒരു ശാപം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുമില്ല. അത് ശാപം തന്നെയാണ്. അവർ ചെയ്യുന്നത് ശാപം തന്നെ. പക്ഷേ ഞങ്ങൾ ചെയ്തത് നല്ല ഉപകാരം. അത് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ചേച്ചി, ഈ ഒരു സമയത്ത് പ്രതീക്ഷനെ പറ്റി എന്താണ് മനസ്സിൽ വരുന്നത്? എന്താണ്? ഞാനിപ്പോൾ എന്താ പറയുക, ഭയങ്കര തീരെ നഷ്ടമാണ് ആങ്ങളെ പോയതിൽ. അത്ര തന്നെ നഷ്ടബോധം. എന്ത് കാര്യത്തിനും ഓടി നടന്ന് സഹായിക്കുന്ന ആളായിരുന്നു. അത്രേ എനിക്ക് പറയാം. സഹായം ജനങ്ങൾക്കും ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. അതെ, നല്ല സഹായം ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇതിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതെ തെരുവിൽ അലയുന്ന രീതിയിലുള്ളൊരു സാഹചര്യമുണ്ട്. അവർക്ക് സർക്കാർ എന്ത് ചെയ്തു കൊടുക്കണമെന്നാണ് ഇത്രയും കാലം വൈകിട്ടും? എന്താണ് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം? എന്താണ് ഇപ്പോഴത്തെ? എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം. പ്രതീക്ഷ ചെയ്തതുപോലെ എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വൈകിയതിൽ ദുഃഖമില്ലേ? ദുഃഖമുണ്ട് തന്നെയാണ് പറയാനുള്ളത്. പ്രജീഷ് എന്ന് പറയുന്ന വയനാടിൻ്റെ പുത്രൻ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിരവധി ആളുകൾ, ഏകദേശം 100ഓളം ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തി അവസാനം ജീവൻ ഈ ഒരു മണ്ണിനടിയിൽ അകപ്പെടേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് നൽകുന്നൊരു പ്രധാനപ്പെട്ട ഒരു സൂചനയുണ്ട്. ജീവൻ നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും സമർപ്പിച്ചാലും നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം
അത് വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറുമ്പോഴും ഒരു രീതിയിലും ജനങ്ങളെ സഹായിക്കാനുള്ള മാനസികാവസ്ഥയില്ലാതെ പൊതുസമൂഹത്തോട് ഒരു സന്തോഷമുണ്ടാക്കുന്നൊരു വാക്ക് പോലും പറയാതെ അവരെ ആശ്വസിപ്പിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നമ്മുടെ ഭരണാധികാരികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും LDF സർക്കാരും ഇതിൽ കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രൗദ്രഭാവം വൈകാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയും, അല്ലെങ്കിൽ കാണേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിൽ ചൂരൽ മലയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.